നമസ്കാരം. നമ്മളിവിടെ സ്പീച്ചിയുടെ ഷോപ്പിൽ നിന്ന് സൈറ്റിലോട്ട് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം കായ്ക്കുന്ന വലിയ തെങ്ങുകളാണ്. ഏകദേശം 30-35 വർഷമായ തെങ്ങുകളാണ്. കൂടാതെ 15ഓളം 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഗംഗാബോണ്ടും ഇതിനകത്തുണ്ട്. കൂടാതെ 200ഓളം കവുങ്ങുകളും. ഇത്രയാണ് നമ്മളിവിടെ SPCയുടെ വളപ്രയോഗം ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുന്നൊരു തോട്ടമാണ്. എല്ലാ വർഷവും വളപ്രയോഗം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നൊരു തോട്ടമാണ്. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ മൊച്ചിങ്ങൊന്നും ശരിയായ രീതിയിൽ പിടിച്ചു നിൽക്കുന്നില്ല. അതുപോലെ തേങ്ങ സൈസാവാതെ പൊട്ടി വീഴുക, ഇങ്ങനെ പല പ്രശ്നങ്ങളും തെങ്ങിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ മഗ്നീഷ്യത്തിൻ്റെ കുറവും മഞ്ഞളിപ്പും തെങ്ങുകൾ കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ pH ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 4.5 ആണ്. ഇവിടുത്തെ മണ്ണ് അസിഡിറ്റിക് സോയിലാണ്. ഇവിടുത്തെ വളങ്ങൾ ചെറിയ രീതിയിൽ മാത്രമാണ് പ്ലാന്റുകൾക്ക് വലിച്ചെടുക്കാൻ കഴിയുക. ആ ഒരു മൊച്ചിങ്ങയും ആ ഒരു തേങ്ങയും മൊച്ചിങ്ങ കഴിയുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തേങ്ങ എല്ലാം വീണ് പോയിട്ടുണ്ട്. തേങ്ങ ആവാതെ ചെയ്യുന്നത്. അതുപോലെ പൂക്കലകളെല്ലാം കരിഞ്ഞു പോവുക. ഇതിനുള്ള കാരണം മണ്ണിൻ്റെ pH ആണ്. pH കുറവായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രശ്നം. മണ്ണിൽ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അതുപോലെ മാഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയും കാണിക്കുന്നുണ്ട്. നമുക്കറിയാം മണ്ണിൽ pH 4.5 എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ്. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് ഇത് എടുക്കാൻ കഴിയില്ല. ശരിയായ രീതിയിൽ ചെടികൾക്ക് എടുക്കാൻ കഴിഞ്ഞാൽ മുരടിച്ച വളർച്ചയും അതുപോലെ മച്ചിങ്ങ അതുപോലെ ഒരു തേങ്ങയും പിടിക്കാത്തൊരവസ്ഥയിലോട്ട് വരും. അതുമാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഓലകളെല്ലാം ഒടിഞ്ഞു കുത്തി തൂങ്ങി വരുന്നൊരവസ്ഥയാണ്. ഇതെല്ലാം മണ്ണിൻ്റെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ആളുകൾ ചെയ്യുന്നത് വളങ്ങൾ വെറുതെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വളത്തിൻ്റെ പ്രോബ്ലംസ് എല്ലാം മണ്ണിലുള്ളത്. അതുപോലെ മാഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയും കേരളത്തിലെ മണ്ണിൽ ഒരുപാട് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പല ഭാഗങ്ങളിലും മഞ്ഞളിപ്പ് കാണുന്നത്. ഇവിടെ SPCയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ SPCയുടെ pH ബൂസ്റ്റർ. ഇതൊരു വർഷം 1.5 വർഷം വരെ മണ്ണിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ചെറിയ രീതിയിൽ കാൽഷ്യം കിട്ടുന്നതാണ്. അതുകൂടാതെ അതിന് കൂടെ SPCയുടെ ബയോഗ്രീൻ ഡോളമൈറ്റ് മഗ്നീഷ്യം ആണ്. കൂടാതെ ഭൂമിത്ര എന്ന ഒരു ബയോ കമ്പോസ്റ്റ് വളം ഇതിനകത്ത്. നമ്മളിത് 3 ബാഗ് കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒരു തെങ്ങിന് 8 kg വെച്ചാണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ 240 രൂപയാണ് ചിലവ് വരിക. കിലോക്ക് 30 രൂപയാണ്. കൂടാതെ കവുങ്ങിനാണെങ്കിൽ 3 kg നമ്മളിത് ഒരുമിച്ച് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഭൂമിത്രയും ബയോഗ്രീനും pH ബൂസ്റ്റും കൂടെ 3 കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് 1.5 kg എന്ന തോതിലാണ് കവുങ്ങിന് pH ബൂസ്റ്റ് കൊടുക്കുന്നത്. 500 ഗ്രാം ബയോഗ്രീൻ, 1 kg ഭൂമിത്ര. ഇങ്ങനെ വരുമ്പോൾ 3 kg ആണ് കവുങ്ങിന് വരിക. 90 രൂപയാണ് ചിലവ് വരിക. ഇത് ഏകദേശം ഒരു 1.5 വർഷം വരെ ഇവർക്ക് ഇതിന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. കൂടാതെ ഇവിടെ ഓൾറെഡി ഉള്ള വളങ്ങളെല്ലാം ഈ ഒരു pH ബാലൻസ് ആവുന്നത് കൂടെ ഈ കേടുവളങ്ങളെല്ലാം ശരിയായ രീതിയിൽ വലിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഓൾറെഡി ഓരോ വർഷം ഇതിന് വളങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വളങ്ങളെല്ലാം ശരിയായ രീതിയിൽ ചെടികൾ വലിച്ചെടുത്തിട്ടില്ല, മണ്ണിൽ തന്നെ കിടക്കുന്നുണ്ട്. അതെല്ലാം വലിക്കുന്നതാണ് നമ്മൾ ഈ വളപ്രയോഗം ചെയ്യുന്നതുകൊണ്ട് കൂടെ. ഇത് 3 ഒരുമിച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് ഒറ്റ ട്രിപ്പ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. കുമ്മായം പോലെ 15 ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. pH ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇതുപോലെ തെങ്ങിൻ്റെ ചുറ്റുഭാഗവും വിതറി ഇട്ട് കൊടുക്കുക. ആ തെങ്ങിൻ്റെ മുരട്ടിലെ വേരിലൂടെ അതുപോലെ കൈയേറ്റെല്ലാം അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 100% ഓർഗാനിക്കാണ്.
ഈ പ്രൊഡക്റ്റുകളെല്ലാം ഓൾ കേരള കൊറിയറായിട്ടും സൈറ്റ് വിസിറ്റ് ചെയ്ത് മണ്ണിൻ്റെ പി എച്ച് ചെക്ക് ചെയ്ത് ഡെലിവറി സൈറ്റിൽ ഇറക്കി തരാനൊക്കെ എല്ലാം പറ്റുന്നതാണ്. എൻ്റെ ഈ നമ്പറിൽ വാട്സാപ്പ് അഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. താങ്ക് യു.